പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിൽ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ചങ്കിടിച്ച് കരുവന്നൂർ ബാങ്ക് കൊള്ളക്കാർ. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാൻ ജനലക്ഷങ്ങൾ കാത്തുനിൽക്കുന്നു. പ്രധാനമന്ത്രിയുടെ പ്രചാരണ പരിപാടികൾ തുടക്കം തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നാണ്. തൃശ്ശൂരിലാണ് ഇന്ന് രാവിലത്തെ പ്രചാരണ പരിപാടികൾ പ്രധാനമന്ത്രിയുടെ നിശ്ചയിച്ചിരിക്കുന്നത്. കുന്നംകുളത്ത് രാവിലെ 11 മണിക്ക് പ്രചാരണ പരിപാടികൾ ആരംഭിക്കും. പ്രചാരണ പരിപാടികൾ കുന്നംകുളത്തെ തൃശ്ശൂർ മണ്ഡലത്തിലെയും ആലത്തൂർ മണ്ഡലത്തിലെയും പ്രചാരണ പരിപാടികൾക്ക് ശേഷം പ്രധാനമന്ത്രി നേരെ തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്കാണ് പോകുന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവിടെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. വൈകിട്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രിക്കൊപ്പം റോഡ് ഷോയിൽ തെന്നിന്ത്യൻ നടി ശോഭനയും പങ്കെടുക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇന്നലെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒപ്പം ശോഭന റോഡ് ഷോയിൽ പങ്കെടുത്തിരുന്നു. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി തൃശ്ശൂർ മണ്ഡലത്തിൽ ആലത്തൂർ ബാങ്ക് കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള സംഗതികൾ, പ്രധാനമന്ത്രിയുടെ വെളിപ്പെടുത്തലുകൾ ഇന്നുണ്ടായേക്കാവുന്ന അഭ്യൂഹങ്ങൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തുമ്പോൾ ആ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാൻ ജനലക്ഷങ്ങൾ തിങ്ങി നിറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി കരുവന്നൂർ ബാങ്ക് കൊള്ള കേസ് ശക്തമായി വ്യക്തമായി അന്വേഷിക്കുമെന്ന് ആലത്തൂർ സ്ഥാനാർത്ഥിയോട് ഉറപ്പു നൽകിയിരുന്നു. അതിനുശേഷം ED ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ടവരെ ചോദ്യം ചെയ്തു വരികയാണ്. തുടർ നടപടികളെപ്പറ്റി മോദിയുടെ ഇന്നത്തെ പ്രസംഗത്തിൽ ഉണ്ടാകുമെന്ന് ജനലക്ഷങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും ബാങ്ക് കൊള്ള നടത്തിയ കരുവന്നൂർ തട്ടിപ്പുകാരെയെല്ലാം അകത്താക്കാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുമുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജനലക്ഷങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞതിൻ്റെ തെളിവുകൾ ഇന്നത്തെ തൃശ്ശൂർ മണ്ഡലത്തിലെ ആലത്തൂർ മണ്ഡലത്തിലെ വിവിധ പ്രചാരണ പരിപാടികളിൽ ജനങ്ങളുടെ തിരക്കുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും. കേരളത്തിൽ പ്രധാനമന്ത്രിയുടെ വരവ് BJPയുടെ ശക്തി കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. പ്രധാനമന്ത്രി കേരളത്തെ കേന്ദ്രീകരിച്ച് കേരളത്തിൻ്റെ ഇലക്ഷനെ ക്രോഡീകരിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നും ഒരു മിനിമം കുറച്ച് സീറ്റെങ്കിലും നേടിയെടുക്കുവാൻ പാകത്തിന് കേരള മണ്ണിനെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും പല തലത്തിലുള്ള മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ NDA സ്ഥാനാർത്ഥികൾ 2ാം സ്ഥാനത്തെത്തുമെന്നും വ്യക്തമായി ഇവിടെയുള്ള ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. BJP ജയിക്കുമെന്ന് പക്കയായി വിശ്വസിക്കുന്ന മണ്ഡലങ്ങളായ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആലപ്പുഴ, തൃശ്ശൂർ, കാസർഗോഡ്, അങ്ങനെ പല മണ്ഡലങ്ങളിലും BJP ശക്തമായ ത്രികോണ മത്സരത്തിലൂടെ വിജയം കൈപ്പിടിയിലൊതുക്കുമെന്ന് വിശ്വസിച്ച് ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ ജനങ്ങളും വിശ്വസിച്ചു പോരുകയാണ്. വിജയം ഉറപ്പെന്ന് നിൽക്കെ നമ്മുടെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ BJPയെ ഏത് രീതിയിലും വളർത്താനോ ജയിക്കാനോ സമ്മതിക്കാത്ത രീതിയിൽ കുപ്രചാരണങ്ങളുമായി ഇല്ലാത്ത സർവകൾ ഉണ്ടാക്കി BJP ജയിക്കുമെന്ന സ്ഥലങ്ങളിലെല്ലാം 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുവെന്ന സർവകൾ കുത്തിനിറച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് തള്ളി നീക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം കാരണം BJP ജയിക്കുമെന്ന് വളരെ വ്യക്തമായി എതിർ സ്ഥാനാർത്ഥികൾക്കും എതിർ പാർട്ടിക്കാർക്കും മനസ്സിലായ സാഹചര്യത്തിൽ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകി അവരെ കൊണ്ട് കള്ള സർവകൾ നടത്തിപ്പിച്ച് സർവകൾ നടത്തിയെന്ന് പോലും വ്യക്തമായ സത്യങ്ങളില്ലാത്ത രീതിയിൽ വെറുതെ ഒരു സർവ നടത്തിയെന്നും പറഞ്ഞ് സർവകളുടെ പേരിൽ സർവ നടത്തി BJPയെ 3ാം സ്ഥാനത്തേക്ക് തള്ളി നീക്കുന്ന കാഴ്ചകൾ നമ്മൾ TV-കളിലൂടെ മാധ്യമങ്ങളിലൂടെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തള്ളൽ അത് വെറുമൊരു തള്ളലായി മാറും ഈ ഇലക്ഷൻ റിപ്പോർട്ട് വരുമ്പോൾ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാവുന്ന കാര്യം തന്നെയാണ്. BJP വളരെ ശക്തമായ വേരോട്ടത്തോടെ ജയിക്കുമെന്നും പിടിച്ചെടുക്കുമെന്നും തോന്നൽ ഉളവാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള സർവകൾ നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടി
ഇടാമെന്ന ഒരു തരം ഒരു നികൃഷ്ട ശക്തിയാൽ നയിക്കുന്ന ചില മാധ്യമങ്ങൾ നടത്തുന്ന കള്ളപ്രചരണങ്ങൾ ജനം തള്ളിക്കളയുന്നുമെന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. എന്തായാലും കേരളത്തിൽ നിന്നും ശക്തമായ ഒരു സാന്നിധ്യം ഈ വരുന്ന BJPയുടെ പുതിയ മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാവുന്ന കാര്യം തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ വരവിലും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ്. കരുവന്നൂർ ബാങ്ക് കൊള്ളയായാലും വിവിധ തരത്തിലുള്ള പാർട്ടികൾ, കോൺഗ്രസ് ആയാലും ഇടതായാലും ഇതുവരെ ചെയ്തിട്ടുള്ള, നമ്മളെ ദ്രോഹിച്ചിട്ടുള്ള പല കാര്യങ്ങളും എണ്ണി പറഞ്ഞ് പ്രധാനമന്ത്രി നമ്മളുടെ ഇടയിലേക്ക് ശക്തമായി സത്യസന്ധതയോടെ ഇറങ്ങി വരുമ്പോൾ ഈ ജനങ്ങളെല്ലാം, ലക്ഷക്കണക്കിന് ജനങ്ങളെല്ലാം BJPക്ക് വോട്ട് ചെയ്ത് BJPയുടെ ജയിക്കുമെന്നുള്ള സ്ഥാനാർത്ഥികളെയെല്ലാം ജയിപ്പിച്ച് വരുന്ന മോദി സർക്കാരിൽ കേരളത്തിൻ്റെ പ്രതിനിധികളായി BJPയുടെ കേരളത്തിലെ MP ഉണ്ടായിരിക്കുമെന്നുള്ളത് ഉറപ്പിച്ച കാര്യം തന്നെയാണ്. ഈ കേരളത്തിലെ ഏതൊക്കെ മാധ്യമങ്ങൾ കള്ള ന്യൂസുകൾ പടച്ചുവിട്ടാലും BJP കേരളത്തിൽ ജയിച്ചിരിക്കും എന്ന് നിങ്ങൾ ഇപ്പോൾ എഴുതി വച്ചോളൂ. BJP കേരളത്തിൽ MP സൃഷ്ടിച്ചിരിക്കും ഈ ഇലക്ഷനിൽ.